യൂട്യൂബ് ചാനലിലൂടെ സ്ത്രീകളെ അപമാനിക്കുന്നതും ലൈംഗിക അതിക്രമത്തെ ന്യായീകരിക്കുന്നതുമായ പരാമർശങ്ങൾ നടത്തിയ മോഹൻദാസിനെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് നിയമ നടപടി സ്വീകരിക്കുമെന്ന് ആവശ്യപ്പെട്ട് പോലീസ് അധികാരികൾക്ക് പരാതി നൽകി അന്വേഷി സംഘടന. 2026 ജൂലൈ 25-ന് യൂട്യൂബിൽ പ്രസിദ്ധീകരിച്ച വീഡിയോയിലും തുടർന്ന് പ്രസിദ്ധീകരിച്ച മറ്റൊരു വീഡിയോയിലും ജന്തർ മന്ദറിൽ സമരം നടത്തിയ സ്ത്രീകളെക്കുറിച്ച് അത്യന്തം അപകീർത്തികരവും ലൈംഗിക ചുവയുള്ളതുമായ പരാമർശങ്ങളാണ് മോഹൻദാസ് നടത്തിയത്. സമരത്തിൽ പങ്കെടുത്ത സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെടാൻ ആഗ്രഹിക്കുന്നവരാണെന്നും അവരുടെ വസ്ത്രധാരണമാണ് ലൈംഗിക അതിക്രമങ്ങൾക്ക് കാരണമെന്നും പറയുന്ന പ്രസ്താവനകൾ സ്ത്രീകളുടെ അന്തസ്സിനും മാനത്തിനും നേരെയുള്ള ഗുരുതരമായ ആക്രമണമാണെന്ന് അന്വേഷി പ്രസിഡന്റ് അജിത പറഞ്ഞു. വളരെ മോശപ്പെട്ടെന്നൊന്നും പറയണ്ട, അത്രയും വൃത്തികെട്ട രീതിയിൽ പ്രതികരിച്ച മിസ്റ്റർ PJ മോഹൻദാസിനെതിരായിട്ടുള്ള നിയമ നടപടികൾ സർക്കാർ എടുക്കണം. നിങ്ങൾ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും പല വ്യക്തികളും സംഘടനകളും ഒക്കെ തന്നെ കേരളത്തിൽ ഒരു പരാതി അയച്ചിട്ടുണ്ട്. PJ മോഹൻദാസ് RSSന്റെയോ ആരുടെ നേതാവായാലും വേണ്ടിയില്ല, ആരിങ്ങനെ പറഞ്ഞാലും ഞങ്ങൾ എതിർക്കും. കേരളത്തിലെ സ്ത്രീകൾ മാത്രമല്ല, ജനാധിപത്യ ബോധമുള്ള എല്ലാവരും ഇത് എതിർക്കും എന്നുള്ളത് ഉറപ്പാണ്. ഇത് അങ്ങേയറ്റം എന്താ പറയാ, ഫാഷിസ്റ്റ് രീതിയിൽ ഇതിനെ സമീപിക്കുകയാണ്. സ്ത്രീകൾക്ക്, പ്രത്യേകിച്ച് സ്ത്രീകളെ പറ്റി പറയുന്നത്, സ്ത്രീകൾക്ക് ബലാത്സംഗം ഇഷ്ടമാണ്. അപ്പൊ അവർക്ക് ബലാത്സംഗം കൂട്ടബലാത്സംഗം വരെ നടത്തുമെന്നാണ് പറയുന്നത്. അങ്ങേയറ്റം മോശപ്പെട്ട രീതിയിൽ കർഫ്യൂ പ്രഖ്യാപിക്കുമെന്നും, കർഫ്യൂ പ്രഖ്യാപിച്ച് കേട്ടില്ലെങ്കിൽ അവരെ വെടിവെക്കുമെന്നും, ഈ യുവാക്കളെയും യുവതികളെയും വെടിവെക്കുമെന്നും, അക്കൂട്ടത്തിൽ ബലാത്സംഗവും നടത്തുമെന്നും, അതോടൊപ്പം തന്നെ അവരെ ശവങ്ങൾ കിട്ടിയിൽ ആശുപത്രിയിൽ എത്തിക്കുമെന്നും, അയാളുടെ കയ്യിലായിരുന്നു ഭരണമെങ്കിൽ എന്ന് അയാൾ പറയുന്നു. ഈ മനുഷ്യൻ ഒരു കാലത്തും ഭരണത്തിൽ കയറാതിരിക്കട്ടെ. മാത്രമല്ല, ഈ സമൂഹം എങ്ങനെ ഇയാളെ വെച്ച് പൊറപ്പിക്കുന്നു എന്നാണ് എൻ്റെ ഒരു ചോദ്യം. ഇത്തരം പരാമർശങ്ങൾ ലൈംഗിക അതിക്രമത്തെ ന്യായീകരിക്കുകയും സ്ത്രീകൾക്കെതിരായ വിദ്വേഷവും അക്രമ മനോഭാവവും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതാണെന്നും, ഇതുകൂടാതെ മറ്റൊരു വീഡിയോയിൽ സമാധാനപരമായി പ്രതിഷേധിച്ചവർക്കു നേരെ താൻ അധികാരത്തിലായിരുന്നുവെങ്കിൽ വെടിവെക്കുമായിരുന്നു എന്ന പ്രസ്താവനയും അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഭാരതീയ ന്യായ സഹിതം 2023 ബന്ധപ്പെട്ട വകുപ്പുകൾ പ്രകാരം എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് വീഡിയോ തെളിവായി എടുക്കുകയും സമഗ്രമായ അന്വേഷണം നടത്തി പ്രതിക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുമെന്ന് പരാതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മലബാർ ശബ്ദം. 18 വയസ്സ്, ജീവിതം സെറ്റ് ചെയ്യാൻ ഇതിലും നല്ല സമയം വേറെയില്ല. ഒരു സർക്കാർ ജോലി മാത്രമല്ല, അഭിമാനവും അച്ചടക്കവും രാജ്യസേവനവും നിറഞ്ഞ ഒരു കരിയറാണ് നിങ്ങൾ സ്വപ്നം കാണുന്നതെങ്കിൽ ഇന്ത്യൻ ആർമി, എയർഫോഴ്സ്, നേവി നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ഇനി ചിറകുവിരിക്കാം. 100% വിജയത്തിന്റെ വിശ്വാസത്തോടെ കേണൽസ് അക്കാഡമി, കോഴിക്കോടും സുൽത്താൻ ബത്തേരിയിലും.